100 മൈക്ക് ടൈസൺമാരും ഒരു സിൽവർ ബാക്ക് ഗൊറില്ലയും തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ആരായിരിക്കും ജയിക്കുക? സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇവിടെ നമുക്ക് മൈക്ക് ടൈസനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രൈം ടൈമിൽ ഏകദേശം 100 കിലോഗ്രാമോളം ഭാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി അയാളുടെ ഒറ്റ പഞ്ചിനാകട്ടെ ഏകദേശം 800 കിലോഗ്രാമിലധികം ഫോഴ്സും. പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മിന്നൽ വേഗത്തെക്കുറിച്ച് പറയുകയും വേണ്ട. അങ്ങനത്തെ 100 മൈക്ക് ടൈസൺമാർ വന്നു കഴിഞ്ഞാൽ ഏകദേശം 8000 കിലോയിലധികം ഫോഴ്സ് ആയിരിക്കും അവർ ഗൊറില്ലയുടെ ശരീരത്തിലേക്ക് ഇടുക. അത് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിലധികമായിരിക്കും. ഇനി നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള ജീവികളിലൊന്നായ സിൽവർ ബാക്ക് ഗൊറില്ലനെ എടുക്കാം. 180 കിലോയിലധികം ഭാരമുണ്ട് അവയ്ക്ക്. വളരെ ഈസി ആയിട്ട് ഏകദേശം 1800 കിലോഗ്രാമിലധികം വെയിറ്റ് ഇവർക്ക് പൊക്കാൻ കഴിയും. അതായത് ഒരു അത്യാവശ്യം വന്നാൽ ഒരു ചെറിയ കാർ തന്നെ എടുത്ത് വലിച്ചെറിയാം. ഇനി അവരുടെ ബൈറ്റ് ഫോഴ്സ് ഏകദേശം 1300 PSI ആണ്. കാട്ടിലെ രാജാവായ സിംഹം പോലും ഇതിനു മുമ്പിൽ 2 അടി മാറി നിൽക്കേണ്ടി വരും. ഇനി ഇവരുടെ ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ മൈക്ക് ടൈസൺമാരെല്ലാരും കൂടിയിട്ട് ഈ ഗൊറില്ലയെ വളഞ്ഞിട്ട് ആക്രമിക്കും. ലെഫ്റ്റ് ഹൂക്കുകളും അപ്പർ കട്ടുമായിട്ട് പഞ്ചുകളുടെ ഒരു മഴ തന്നെയായിരിക്കും ഗൊറില്ലയുടെ ശരീരത്തിലേക്ക് വരിക. ഗൊറില്ലയാകട്ടെ തന്നെ നെഞ്ചിൽ കൈകൊണ്ടിടിച്ച് യുദ്ധത്തിന് തയ്യാറാകും. എന്നിരുന്നാൽ പോലും ഒറ്റയ്ക്കായി പോകുന്ന ഗൊറില്ല അല്പസമയം കഴിയുമ്പോൾ തളരും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവസാനം 100 മൈക്ക് ടൈസൺ തന്നെയാണ് വിജയിക്കാൻ ചാൻസ് ഉള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഏകദേശം 70 പേരെങ്കിലും ആ ഒരു ഗൊറില്ല കൊന്നിട്ടുണ്ടാവും. ഇനി നിങ്ങളാണ് 100 പേരെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാലഞ്ചിന് തയ്യാറാകുമോ? കമന്റ് ചെയ്യാൻ മറക്കണ്ട.